ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ മക്കളോട് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയാൻ പരിശുദ്ധനായ ദൈവം തരുന്ന അനുഗ്രഹീത അവസരങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമെന്നെണ്ണി ഉത്തരവാദിത്വ ബോധത്തോടെ ഓരോരുത്തരോടും ദൈവം സംസാരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാ ദിവസവും നിങ്ങൾക്കായി കാലേക്കൂട്ടി ഒരുക്കി ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പങ്കുവയ്ക്കുന്ന ഈ ആത്മീക സന്ദേശങ്ങൾ കേൾക്കാൻ എല്ലാ ദിവസവും താല്പര്യം കാണിക്കുന്ന അതീവ ശ്രദ്ധാലുക്കളായ വചനസ്നേഹികളായ നിങ്ങൾക്കേവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഓരോ ദിവസവും നമുക്ക് വേണ്ടതെല്ലാം നൽകിത്തന്ന് എന്നും നമ്മുടെ പക്ഷത്ത് നിന്ന് നാം നാശത്തിലേക്ക് പോകാതെ നിത്യജീവനെ പ്രാപിച്ച് ഈ ഭൂമിയിലായിരിക്കുന്ന നാളുകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിപ്പാൻ കർത്താവ് ഒരുക്കുന്ന കൃപകളെ അനുഭവിച്ച് ധന്യരാകാൻ മുഖാന്തരമാകുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട ദൈവത്തിന്, സർവശക്തന്, അഖിലാണ്ട സൃഷ്ടാവിന്, നമ്മളെ രക്ഷിപ്പാൻ വേണ്ടി ക്രൂശിൽ നമുക്ക് വേണ്ടി ജീവനെ തന്ന മഹാദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 53-ാം വാക്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 53-ാമത്തെ വാക്യം. ഞാൻ ദിവസേന ദൈവാലയത്തിൽ നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും എൻ്റെ നേരെ നിങ്ങൾ കൈ ഓങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിൻ്റെ അധികാരവും ആകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഇത് നിങ്ങളുടെ നാഴിക, ഇരുളിൻ്റെ അധികാരം ആകുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തോട് ബന്ധപ്പെട്ട് യേശു ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം കർത്താവിൻ്റെ പ്രാർത്ഥന മലയിലെ സംഭാഷണങ്ങളിലൊന്നാണ് ഇന്ന് നാം ആത്മീക ചിന്തയ്ക്കാറ്റെടുത്തത്. പാറമേൽ കമന്ന് വീണ് പ്രാർത്ഥിച്ചെഴുന്നേറ്റ കർത്താവ് തല ഉയർത്തി നോക്കുമ്പോൾ കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളെയാണ് കാണുന്നത്. അവരോട് കർത്താവ് അധികമൊന്നും പറഞ്ഞില്ല. ഈ ശിക്ഷഗണങ്ങൾ പോണെങ്കിൽ പോട്ടെ, ഞാനാണ് മശിഹ, ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് തന്നെ പിടിക്കാൻ വന്നവർക്ക് പിടികൊടുക്കുകയായിരുന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു അവരോട് സംഭാഷിക്കുന്ന മധ്യത്തിൽ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമാണ്. 2 ഭാഗങ്ങളാണ് 53-ാമത്തെ വാക്യത്തിനകത്ത്. 1-ാമത്തെ ഭാഗം ഇതാണ്: ഞാൻ ദിവസേന നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും എൻ്റെ നേരെ നിങ്ങൾ കൈ ഓങ്ങിയില്ല. അതൊരു ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. അതിനർത്ഥം ദൈവാലയത്തിൽ ഞാൻ ഉണ്ടായിരുന്നു, നിങ്ങളുടെ കൂടെ ഈ പിടിക്കാൻ വന്നിരിക്കുന്ന വിരോധികളായിരിക്കുന്ന കള്ളത്തരം പറഞ്ഞ് കർത്താവിനെ കുറ്റാരോപണം നടത്തി ക്രൂശിക്കാൻ വേണ്ടി പദ്ധതി ഒരുക്കി ക്രൂശുമരം ഉണ്ടാക്കി റോമൻ പട്ടാളത്തെ കൂട്ടുപിടിച്ച് പ്രാർത്ഥനാമറയിൽ വന്ന് യേശുവിനെ വാരിക്കൂട്ടി എടുത്തുകൊണ്ട് പോകുന്നത് പോലെ പോകാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരോട് യേശു പറഞ്ഞത്, ഇന്നലെ വരെ ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങളാരും എനിക്ക് നേരെ കൈ ഓങ്ങിയില്ല. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, എത്ര ശക്തന്മാരുടെ നടുവിൽ നിന്നാലും ദൈവത്തിൻ്റെ ഒരു സമയം, ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതിക്കകത്ത് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഏത് വൻപനും നിനക്ക് നേരെ കൈ ഓങ്ങാൻ കഴിയത്തുള്ളൂ. പലരും നോക്കും, പലരും ശ്രമിക്കും, പക്ഷേ കർത്താവ് അനുവദിക്കാതെ ഒരു കരവും നിനക്ക് നേരെ ഓങ്ങാൻ അനുവദിക്കില്ല. ഞാൻ അങ്ങനെ തന്നെ, ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് തരുന്ന ദൂതിനകത്ത് രാവിലത്തെ സന്ദേശമല്ലേ, ഒരു അനുഗ്രഹത്തിൻ്റെ വചസ് നിങ്ങളുടെ ധൈര്യത്തിന് ഉറപ്പിന് വേണ്ടി പറയാറുണ്ടല്ലോ. ഇന്ന് ഞാൻ പറയാം, ഈ 2025 ഒരു ദിവസവും നിങ്ങൾക്കെതിരെ ഒരുത്തനും കൈ ചലിപ്പിക്കരുത്. നമ്മളിരിക്കുന്നത് ഒരു അനുകൂല സാഹചര്യത്തിലായിരിക്കുകയില്ല. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് ശത്രുക്കളെ പോലെ പെരുമാറുന്നവർ കണ്ടേക്കാം. നിങ്ങൾ പാർക്കുന്ന വീട്ടിൽ നിങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്നവർ കണ്ടേക്കാം. നിങ്ങളുടെ സമൂഹത്തോ നിങ്ങളുടെ ചുറ്റുവട്ടത്തോ നിങ്ങളെ ഇല്ലാതാക്കാൻ ഒത്തിരി തന്ത്രങ്ങൾ മെനയുന്നവരെ കണ്ടേക്കാം. പക്ഷേ കർത്താവിൻ്റെ ആത്മാവിന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു, ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ പ്രിയരെ, നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. നാഥാ, എൻ്റെ കുഞ്ഞ് പോയി പാർക്കുന്ന സ്ഥലത്ത്, അവൾ പഠിക്കാൻ പോയിരിക്കുന്ന സ്ഥലത്ത്, എൻ്റെ മോനായിരിക്കുന്ന സ്ഥലത്ത് ഒരുത്തനും
അവന് നേരെ കൈ ഓങ്ങരുത്, അവക്ക് നേരെ കൈ ഓങ്ങരുത്. ഈ ആണ്ടിനെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, അഥവാ ദൈവസന്നിധിയിൽ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ഈ വക വിരുദ്ധമായ നീക്കങ്ങളൊന്നും നടക്കാതിരിക്കട്ടെ. ദൈവപ്രവൃത്തി നടക്കട്ടെ. കർത്താവിൻ്റെ വൻകരം കൂടെ ഇരിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി, മഹത്വത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഒരു കരവും എതിരെ വരരുത്. അതിനായി നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥതയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു കരവും എതിരെ വരരുത്. നമുക്കതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിൽ ഉപരിയായി അടുത്തത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. യേശുക്രിസ്തു ഇവിടെ പറയുന്നു, ഇത് നിങ്ങളുടെ നാഴികയാണ്, ഇരുളിൻ്റെ അധികാരമാണ്. ദിസ് ഈസ് യുവർ ടൈം ആൻഡ് പവർ ഓഫ് ഡാർക്ക്നെസ്. ആ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ദിസ് ഈസ് യുവർ ടൈം. യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരോട് പറയുക, ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് ഇരുട്ടിൻ്റെ അധികാരം വ്യാപരിക്കുന്ന സമയമാണ്. ഈ വാക്യത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കണം, ബൈബിളിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. ദൈവത്തിൻ്റെ സമയം, പിശാചിൻ്റെ സമയം, മനുഷ്യൻ്റെ സമയം, എൻ്റെ സമയം എന്നൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവ് ഒരിക്കൽ പറഞ്ഞില്ലേ, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, എൻ്റെ ടൈം. വേറൊരു വാക്യത്തിൽ പറഞ്ഞില്ലേ, ദൈവമേ ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാകുന്നു. വേറെടുത്ത് പറഞ്ഞു, ഇത് ശത്രു ചെയ്തതാണ്, സാത്താൻ പ്രവർത്തിച്ച ഒരു സമയമാണ്. ഇവിടെ പറയുന്നത് നിങ്ങളുടെ സമയമാണ്. അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സമയം വീതം വെച്ചിരിക്കുകയാണോ എന്ന് നമുക്കൊരു തോന്നലുണ്ടാവില്ലേ? ചില സമയം ചിലർക്കുള്ളതാണെന്ന്. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇത് കർത്താവിൻ്റെ ജീവിതത്തിൽ ഐഹികമായിട്ട് ഭൂമിയിലായിരുന്ന സമയത്ത് യേശുക്രിസ്തു ക്രൂശിലേക്ക് പോകേണ്ടത് സത്യമാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഇത് ആ നാഴിക വന്നിരിക്കുന്നു, ആ സമയം വന്നിരിക്കുന്നു, ദിസ് ഈസ് യുവർ ടൈം. പക്ഷെ നാം ദൈവത്തിൻ്റെ മക്കളാണ്. നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ ആണ്ടിൽ അവൻ്റെ ഒരു സമയം അവന് കൊടുക്കരുത്. ആർക്ക്? ഈ പിശാചിന്, ഈ നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകൾക്ക്, എതിരാളിക്ക്. ഈ കൊല്ലം നിൻ്റെ സമയമായിരിക്കണം, നിൻ്റെ ദൈവത്തിൻ്റെ സമയമായിരിക്കണം. ഇത് ഇരുട്ടിൻ്റെ സമയമല്ല, ഇത് പിശാചിന് പ്രവർത്തിക്കാനുള്ള സമയമല്ല, ഇത് നിൻ്റെ ശത്രു തല ഉയർത്തുന്ന സമയമല്ല. അതിനിടയാക്കരുത്. ഇടയാക്കാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ആത്മാർത്ഥപൂർവകമായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞാൻ അധികം നീട്ടാതെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പുത്രന് അങ്ങനെ ഒരു സമയം, സ്തോത്രം, തന്നെത്താൻ ഒതുക്കേണ്ടത്, വിട്ടുകൊടുക്കേണ്ടത്, ഈ ദുഷ്ടമനുഷ്യർ യേശുവിനെ കയ്യേറ്റം ചെയ്യേണ്ടത്, ഇങ്ങനെ നരകവിധിക്ക് തുല്യമായി മാനവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ അതിഘോര പീഡനങ്ങളിലൂടെ കയറിയിറങ്ങാൻ ദൈവമായ കർത്താവ് അങ്ങനൊരു പദ്ധതി ഇട്ടിരുന്നു. എന്നാൽ ഇന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, നിൻ്റെ സമയം കർത്താവേ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സ്ഥാപനത്തിൽ, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ, ഞാൻ കൂട്ടായ്മ ആചരിക്കുന്ന സ്ഥലത്ത് ഒരിക്കൽ പോലും ദുഷ്ടൻ്റെ സമയം വരരുത്, പിശാചിൻ്റെ സമയം ഉണ്ടാകരുത്. ഇത് മനുഷ്യൻ, അനാത്മീകൻ, ജഡീകൻ, ദോഷം പ്രവർത്തിക്കുന്നവൻ, ദുഷ്ടഹൃദയമുള്ളവൻ, മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്തവൻ, മനസ്സിൽ കയ്പ് വെച്ചുകൊണ്ട് നടക്കുന്നവൻ, വൈരാഗ്യബുദ്ധിയോടെ ഇടപെടുന്നവൻ, ബ്ലെയിം ചെയ്യാൻ വേണ്ടി മാത്രം കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നവർ, ദാനിയേലിനെ കുറിച്ച് എന്തെങ്കിലും വായിൽ നിന്നോ പ്രവർത്തിയിൽ നിന്നോ പിടിക്കാമോ എന്ന് വിചാരിച്ച് അതിനുവേണ്ടി തക്കം പാർത്ത് നടന്നവർ, അതുപോലുള്ളവരുടെ സമയം ഈ ആണ്ടിൽ ഉണ്ടാകരുത്. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ആ വാക്കിനെ മുറുകെ പിടിച്ചുകൊണ്ട്, കർത്താവേ, ഈ കൊല്ലം ഒരു കാരണവശാലും ഇരുളിൻ്റെ അധികാരം എൻ്റെ വീട്ടിൽ പ്രായോഗികമാകരുത്. എൻ്റെ ജീവിതത്തിൽ ഇരുട്ടിൻ്റെ അധികാരത്തിൻ്റെ ഒരു സെക്കൻഡ് ഉണ്ടാകരുത്, ഒരു ദിവസം പോലും ഉണ്ടാകരുത്. ഈ യോബിൻ്റെ വീട്ടിൽ പിശാചിന് ഒരു ദിവസം കിട്ടി. ആ ദിവസം കൊണ്ട് അവൻ ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റടിപ്പിച്ചു, എൻ്റെ വീടുകൾ തകർത്തു, സമ്പത്തുകൾ നഷ്ടപ്പെടുത്തി, തലമുറകൾ അന്യം പോയി. എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൽ പറയുന്നു, ഒരു സെക്കൻഡ് പോലും ഈ ദിവസങ്ങൾ പിശാചിൻ്റെ സമയമാകരുത്, ദുഷ്ടമനുഷ്യൻ്റെ സമയമാകരുത്. ആ അധികാരം വ്യാപരിക്കരുത്. എപ്പോഴും പ്രാർത്ഥിക്കണം, ഇന്നെൻ്റെ ദൈവത്തിൻ്റെ സമയമാണ്, ഇന്ന് വ്യാഴാഴ്ച, ഇന്നെൻ്റെ കർത്താവിൻ്റെ സമയമാണ്. രാവിലെ ഉണരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞുകൊണ്ട് ഉണരണം. ഇത് പിശാചിൻ്റെ ദിവസമല്ല, ഇത് ഇരുട്ടിൻ്റെ ദിവസമല്ല, ഇതെൻ്റെ പ്രതിയോഗിയുടെ ദിവസമല്ല, ഇത് ദുഷ്ടാത്മാവുള്ളവൻ്റെ ദിവസമല്ല, ഇതെൻ്റെ ദിവസമാണ്, എൻ്റെ ദൈവത്തിൻ്റെ ദിവസമാണ്, ഇത് ദൈവാത്മ പ്രവൃത്തിയുടെ ദിവസമാണ്, ഇത് വെളിച്ചത്തിൻ്റെ ദിവസമാണ്. ഈ നാഴിക ദൈവത്തിൻ്റെതാണ്.
എന്ന് പറഞ്ഞുകൊണ്ടേ മുന്നോട്ട് പോകാവൂ. ഇരുട്ടിൻ്റെ അധികാരവും പിശാചിൻ്റെ സമയവും നമ്മളിലോ നമ്മുടെ കുഞ്ഞുങ്ങളിലോ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ വേണ്ടപ്പെട്ടവരിലോ ഉണ്ടാകാതിരിക്കട്ടെ. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി സ്തോത്രം. മനോഹര സന്ദർഭത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വായിച്ചതുപോലെ നാഥ, ഈ ആണ്ടിൽ, ഈ 2025 ഒരു ദിവസം പോലും, ഒരു മിനിറ്റ് പോലും ഇരുട്ടിനോ പിശാചിനോ